അപ്പോസ്തല പ്രവൃത്തികൾ 20:10 പൗലോസ് ഇറങ്ങിച്ചെന്ന് അവൻ്റെ മേൽ വീണു തഴുകി ഭ്രമിക്കേണ്ട, അവൻ്റെ പ്രാണൻ അവനിൽ ഉണ്ട് എന്ന് പറഞ്ഞു. മനുഷ്യരുടെ ജീവിതം ക്ഷണികമാണ്. ആർക്കെപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് മുൻകൂട്ടി പറയാൻ കഴിയുകയില്ല. വളരെ പ്രതീക്ഷയോടെ നാളേക്കായി പദ്ധതികൾ തയ്യാറാക്കി വെച്ചവർ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാകുന്ന കാഴ്ച നിത്യസംഭവമാണ്. യുദ്ധവും വ്യാധിയും അപകടവുമൊക്കെ അതിന് ആക്കം കൂട്ടുന്നു. എന്നാൽ ഒരു ദൈവപൈതൽ തനിക്ക് ദൈവം അറിയാതെയും അനുവദിക്കാതെയും ഒന്നും സംഭവിക്കുകയില്ല എന്ന ഉറച്ച വിശ്വാസത്തിലാണ് ജീവിക്കുന്നത്. പല വിഷമം നിറഞ്ഞ വിഷയങ്ങളുണ്ടാകുമ്പോഴും അത് ദൈവഹിതമാണെന്ന് ചിന്തിച്ച് ജീവിതം ദൈവത്തിൽ അർപ്പിക്കുക. നമ്മുടെ അശ്രദ്ധയും കാര്യങ്ങളെ നിസ്സാരമായി കാണുന്നതും പല ബുദ്ധിമുട്ടുകളും വരുത്തി വയ്ക്കുകയും ചെയ്യാം. അത്തരത്തിലൊരു സംഭവമാണ് ഇവിടെ കാണുന്നത്. ഒരു വീടിൻ്റെ 3-ാമത്തെ നിലയിൽ ദൈവജനം കൂടിയിരുന്ന് പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ദൈവവചനം കേൾക്കുകയുമായിരുന്നു. അപ്പോസ്തലനായ പൗലോസാണ് വചനം ശുശ്രൂഷിച്ചിരുന്നത്. അദ്ദേഹം പിറ്റേ ദിവസം അവിടെ നിന്ന് യാത്ര പോകുന്നതാകയാൽ വിഷയങ്ങൾ ദീർഘസമയമെടുത്ത് സംസാരിച്ചു. ഇതേ സമയം ഒരു ചെറുപ്പക്കാരൻ കിളിവാതിലിൽ ഇരുന്ന് ഉറങ്ങിപ്പോയി. അഴിയില്ലാത്ത ജനാലയിലിരുന്ന് ഉറങ്ങിയ അയാൾ ഇടയ്ക്ക് നിലതെറ്റി താഴേക്ക് വീണു. എല്ലാവരും വലിയ വിഷമത്തിലായി. ആ വ്യക്തിയെ മരിച്ച അവസ്ഥയിൽ മുകളിൽ കൊണ്ടുവന്നു. പൗലോസ് അപ്പോസ്തലൻ ആ വ്യക്തിയെ ശുശ്രൂഷിക്കുകയും ദൈവം ഒരു അത്ഭുതം പ്രവർത്തിക്കുകയും ചെയ്തു. ആ മനുഷ്യൻ വീണ്ടും ജീവിച്ചു. ദൈവം ഇവിടെ ഒരു അത്ഭുതം ചെയ്തു എന്നതും അതവർക്ക് വലിയ രക്ഷയായി എന്നതും വാസ്തവമാണ്. അപ്പോൾ തന്നെ നാം ശ്രദ്ധയോടെയും സൂക്ഷ്മതയോടെയും ആയിരിക്കേണ്ടത് ആവശ്യമാണെന്ന് കൂടെ ഇത് പഠിപ്പിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ഒരു ചെറിയ തെറ്റ് ഒരു പക്ഷേ ഒരു സമൂഹത്തിൻ്റെ തന്നെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്നതും വിഷമത്തിലാക്കുന്നതും ആണെങ്കിൽ കൂടി വരുന്ന ഇടങ്ങൾ സുരക്ഷിതമാക്കാൻ ശ്രദ്ധിക്കുക. നിർദ്ദേശങ്ങളെ കൃത്യമായി പിന്തുടരുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.